ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവന്റെ സമർപ്പണങ്ങളെ അള്ളാഹ് ഒരിക്കലും വെറുതെ ആക്കൂല. എങ്ങനെയൊക്കെയാണ് സഹായിച്ചു, അതൊന്ന് ഉറക്കി. മദറിൽ വന്ന ആൾക്കാരൊന്ന് ഉറക്കി, ആകെ പേടിച്ച് നിൽക്കുന്ന സമയമല്ലേ, ആ ഉറക്കം കണ്ണിമ്പി എല്ലാവരും ഉറങ്ങി, കയ്യിലുള്ള ആയുധങ്ങൾ താഴെ വീഴുന്ന രൂപത്തിൽ. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായി. ഇത് യോശിക്ക് മുൻ ആ സാമനത്ത് നിർഭയത്വത്തിന് വേണ്ടി നിങ്ങൾക്ക് തൂങ്ങി ഉറക്കം തന്നെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് തസ്ബീത്തുൽ ഖുലൂബ്, ഹൃദയങ്ങളെയൊക്കെ സ്ഥൈര്യത്തിൽ ഉറച്ച് ഒരു വല്ലാത്ത ധൈര്യം അള്ളാഹു ആ യുദ്ധത്തിന് അവർക്ക് നൽകിയതാണ്. അതേപോലെ ആയിരക്കണക്കിന് വന്ന ശത്രുക്കളെ നോക്കുമ്പോൾ അവിടെ കുറച്ച് ആളുള്ളൂ എന്ന് തോന്നുക, അള്ളാഹു അവരെ കുറച്ചാക്കി കാണിച്ചു കൊടുത്തു. ഭയങ്കരമായ ആവേശം കിട്ടുന്ന രൂപത്തിലായിട്ടുണ്ടായിരുന്നു. മാത്രല്ല മലക്കുകൾ ഇറങ്ങി, ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫിൻ. ആയിരക്കണക്കിന് മലക്കുകൾ ആളുകളെ കഴുത്തും പെരടേക്ക് ഇങ്ങനെ അറ്റു വീണത് കാണുന്നതാണ്. ആരാന്നറിയില്ല. സഹാബത്ത് നേരിട്ട് കണ്ട കാഴ്ചകൾ യുദ്ധചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. മനസ്സിലായി എത്ര വലിയ സഹായമാണ് അള്ളാഹ് ചെയ്തത് സുഹൃത്തുക്കളെ. അവിടുത്തെ 70 പോക്കിരിമാര്, ഖുറൈശികളുടെ 70 ഇസ്ലാമിൻ്റെ ഏറ്റവും കഠിനമായ ശത്രുക്കൾ അവസാനിച്ചു. അവരുടെ ജീവിതം അവസാനിച്ചു. 70 ആളെ ബന്ധനസ്ഥരായി പിടിച്ചു. സത്യത്തിൽ ഇസ്ലാമിന് അസ്ഥിവാരമിട്ടൊരു യുദ്ധമായിരുന്നു. ഇന്നും ഇസ്ലാം പ്രതാപത്തോടെ നിലനിൽക്കുന്നതിന് ഹിജ്റ 2-ാം വർഷത്തിൽ നടന്ന യുദ്ധത്തിന് ആ സന്നദ്ധത, അന്ന് സഹാബത്ത് കാണിച്ച സന്നദ്ധതയുടെ ഫലം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് അവസ്ഥ. ഒരു മഴ പെയ്തപ്പോൾ കുറേ ജനാപത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കുളിച്ചു, അവരുടെ ഭൂമി ഉറച്ചു, ശത്രുക്കളുടെ ഭൂമി വഴുതാൻ തുടങ്ങി, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അള്ളാഹു ഒരു മഴ, യുദ്ധസമയത്തൊരു മഴ അള്ളാഹു പെയ്യിപ്പിച്ചു. എന്തെല്ലാം സഹായങ്ങളാ കൊടുത്ത് സുഹൃത്തുക്കൾ. അറിഞ്ഞ് മനസ്സ് തട്ടി അള്ളാഹു കൊടുക്കുന്ന ആൾക്കാരെ അള്ളാഹു സഹായിക്കും. ഒരു പിടി വാരിയിട്ട് റസൂലുള്ളാഹി എറിഞ്ഞില്ലേ, കണ്ണുകൾ അന്ധമായി, അവർ ഭിന്നിച്ചു, അവർക്ക് എവിടെയെന്ന് അറിയാൻ പറ്റണില്ല. ഒരു പിടി മണ്ണ്. അള്ളാഹുവിൻ്റെ സഹായങ്ങൾ എത്ര അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഉണ്ടാവും സുഹൃത്ത്.